അടുത്തത് വരുന്നതാണ് പാരാമീറ്റേഴ്സ്. അപ്പം പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫീൽഡ് ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് അതായത് ഒരു വിഷ്വലിൽ തന്നെ നമുക്ക് ഫീൽഡ് വേറെ വേറെ ആക്കി കാണാൻ പറ്റുന്നതാണ് പാരാമീറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ ഇന്നലെ ഓൾറെഡി ഏജിന്റെ ബേസിൽ ചെയ്തായിരുന്നു. അപ്പം ഏജ് നമുക്ക് ആ ഒരു ഡിഫറൻസ് കൊടുത്തത് 5 ഡിഫറൻസിലാണ് നമ്മൾ ആ ഏജ് കൊടുത്തത്. അതായത് 15 to 20, 20 to 25 അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഈ ഒരു ഏജ് റേഞ്ചിലുള്ള ഇത് എന്താ ഔട്ട്പുട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കിവിടെ വേറെ വിഷ്വൽ യൂസ് ചെയ്യാതെ തന്നെ ഈ ഒരു വിഷ്വലിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫീൽഡ് ചേഞ്ച് ചെയ്യാം. ഇപ്പം എനിക്ക് 15 to 25 വരെ വേണം, ദെൻ 25 to 35 അങ്ങനെയാണ് വേണ്ടത്. ഒരു 10 ഡിഫറൻസിലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ദെൻ വീണ്ടും ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് സെയിം ഫീൽഡ് മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് പാരാമീറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത്. അപ്പം എങ്ങനെയാണ് പാരാമീറ്റേഴ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ടാബിൽ ഓപ്പൺ ചെയ്യാം, പുതിയ ഷീറ്റ് എടുക്കുക. അപ്പൊ നമ്മൾ ബാലൻസിന്റെ ബേസിൽ ഇന്നലെ ഏജിന്റെ ബേസിലായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ഇന്ന് ബാലൻസിന്റെ ബേസിലാണ് ചെയ്യുന്നത്. അപ്പം ബാലൻസിന് ഇവിടെ ഡ്രാഗ് ചെയ്തിട്ടിട്ടുണ്ട്. ദെൻ ഇന്നലെ എടുത്ത സെയിം ആ ഒരു കൗണ്ട് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാലൻസിന്റെ ബേസിലാണ് പിൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇന്നലെ ചെയ്ത പോലെ ബാലൻസിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ക്രിയേറ്റ് പിൻസ് എടുക്കുക. ദെൻ ഇവിടെ ഡിഫറൻസ് വെച്ചിട്ടുണ്ട്. ഡിഫറൻസിൽ എത്ര കൊടുക്കണ്ടേ? അതായത് ഒരു 10,000 കൊടുക്കുക. കാരണം ബാലൻസ് അത്ര എമൗണ്ട് ഉണ്ട്. അപ്പൊ നമുക്കൊരു 10,000 ഡിഫറൻസ് കൊടുക്കാം. ദെൻ ഓക്കെ കൊടുക്കുക. അപ്പം ഇവിടെ ബാലൻസ് ബിൻ എന്ന് പറയുന്ന പുതിയൊരു മെഷർ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോ കണ്ടുപിടിച്ചതിന് ഡ്രാഗ് ചെയ്തിടാം. അപ്പോ 10,000 ഡിഫറൻസിലാണ് നമുക്ക് ആ ഒരു ഫീൽഡ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ? 0, 10K, 20K, 30K. അപ്പം ഈ ഒരു ഡിഫറൻസിൽ നമ്മളിപ്പം ബിൻസ് ക്രിയേറ്റ് ചെയ്തു. ദെൻ അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ പാരാമീറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം പാരാമീറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ക്രിയേറ്റ് പാരാമീറ്റർ എടുക്കുക. ദെൻ പാരാമീറ്ററിന്റെ നെയിം എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ പാരാമീറ്റർ 2 എന്നാണ് കിടക്കുന്നത്. ഇനി ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ദെൻ കറന്റ് വാല്യൂ, ഇപ്പൊ ഉള്ള വാല്യൂ എത്രയാണ്? ഇവിടെ 5,000 കൊടുക്കുന്നു. ദെൻ നമ്മളിവിടെ റേഞ്ച് ആണ് കൊടുക്കാൻ പോകുന്നത്. അതായത് മിനിമം മാക്സിമം സ്റ്റെപ്പ് സൈസ്, മിനിമം എത്ര മുതൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് വേണം. ഇപ്പൊ ഞാനിവിടെ 5,000 മുതലാണ് ആ ഒരു ഡിഫറൻസ് വേണ്ടത്. അതായത് ആ ഒരു ഗ്യാപ്പ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മാക്സിമം എത്ര വരെ വേണം? ഒരു 25,000 കൊടുക്കാം. സ്റ്റെപ്പ് സൈസിലും ഞാൻ ഒരു 5,000 തന്നെ കൊടുക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. ദെൻ ഓക്കെ കൊടുക്കുക. അപ്പൊ നമുക്കിവിടെ പാരാമീറ്റർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ? ഇത് നോക്കണ്ടോ? അത് ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്താണ്, അത് നോക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പം പാരാമീറ്റർ 2 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവും. ദെൻ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ഫിൽട്ടർ ചെയ്യുക, ഷോ പാരാമീറ്റർ ചെയ്യുക. നമുക്കിവിടെ റൈറ്റ് സൈഡിൽ പാരാമീറ്റർ 2 എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ? ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടിടാം. ഓക്കെ, അപ്പോൾ 5,000 മുതലാണ് ആ ഒരു റേഞ്ച് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിലിപ്പോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ കണ്ടോ, ഇവിടെ വാല്യൂസ് ഫീൽഡ് മാറുന്നില്ല. അപ്പൊ ഫീൽഡ് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ബാലൻസ് ബിൻ ഉണ്ടല്ലോ, അതിൽ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ എഡിറ്റ് കൊടുക്കുക. എഡിറ്റില് സൈസ് ഓഫ് ബിൻസ് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത പാരാമീറ്റർ 2 എന്നുള്ളത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇപ്പം മാറിയില്ലേ? ഇനി നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫീൽഡ് മാറുന്ന കാണാം. 10,000 ഡിഫറൻസ്, 15,000 ഡിഫറൻസ്, അങ്ങനെ ആ ഡിഫറൻസ് മാറുന്ന കാണാം. കണ്ടോ? 20,000 മാക്സിമം വരുന്നത് 25,000 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ റേഞ്ച് അനുസരിച്ചാണ്. അപ്പം ഇതാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത്